അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത അതിരടി എന്ന് പറയുന്ന സിനിമ കണ്ടു. എങ്ങനെയുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരു ക്യാമ്പസ് കളർഫുൾ അടിപ്പടം. കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. രസകരമായിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിൽ, ടൊവിനോ, ഷാൻ റഹ്മാൻ, റിയ ഷിബു, വിനീത് ശ്രീനിവാസൻ, അങ്ങനെ ഒരു കുറച്ച് കഥാപാത്രം ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. കോളേജ് ഇവൻ്റൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര പരിപാടിയൊന്നുമല്ല. അതൊക്കെ ഭയങ്കര കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഈ ഒരു സിനിമയിൽ കാണിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. അങ്ങനെ ടൊവിനോ വേഴ്സസ് ബേസിൽ ഒരു ക്ലാഷ് വരുന്നു. അങ്ങനെയാണ് ഈ ഒരു പടം മൊത്തത്തിൽ പോകുന്നത്. ടൊവിനോയുടെ ഇൻ്റർവെൽ പോർഷനും പൊളിയായിരുന്നു. അത് കിടിലനായിരുന്നു കേട്ടോ. ഒരു പൂക്കി വില്ലൻ. നിങ്ങൾ സിനിമ കണ്ടു നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു പൂക്കി വില്ലനാണ് ടൊവിനോ. അതുപോലെ ഷാൻ റഹ്മാനൊക്കെ എന്തൊരു പെർഫോമൻസ് ഇടക്കി. ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വിനീതേട്ടൻ, അതുപോലെ തന്നെ ബേസിലിൻ്റെ ആ ഒരു പഴയ ലുക്കൊക്കെ, ആ ഒരു പഴയ ഒരു ഫസ്റ്റ് ഇയർ ഒരു ലുക്കുണ്ട്. അത് നൈസായിരുന്നു. മൊത്തത്തിൽ നമുക്കൊരു കളർഫുൾ പടമാണ്. പക്ഷേ എനിക്കിതൊരു പോരായ്മയായിട്ട് തോന്നി, ഇതിൻ്റെ സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടെ ഒന്ന് റബ്ബർ വലിക്കുമ്പോൾ എനിക്ക് തോന്നി. അതൊന്ന് കുറച്ച് കുറയ്ക്കാമായിരുന്നു. അല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നെ ഒരു ക്യാമറ വരുന്നുണ്ട്, അത് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അത് കൊള്ളാമായിരുന്നു ആ പരിപാടി. സിമ്പിൾ പടം തന്നെയാണ് അതിരടി.